എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്ത്രീകളെ അലട്ടുന്ന ഒരു ഭീകരമായ പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അത് പലർക്കും മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണിത്. എന്തെന്ന് വെച്ചാൽ മാരടങ്ങൾ തൂങ്ങുക എന്നതാണിത്. അതിന് ചില കാര്യങ്ങൾ, ചില സൊല്യൂഷൻസ്, അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെ മാറ്റാം, നല്ല ഭംഗിയുള്ള മാരടങ്ങൾ എങ്ങനെ വരുത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അയഞ്ഞു തൂങ്ങിയ മാരടങ്ങൾ പല സ്ത്രീകളെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. പ്രായക്കൂടുതൽ സ്ത്രീകളുടെ ചർമ്മത്തിൽ മാറ്റമുണ്ടാകുന്നത് പോലെ തന്നെ മാരടങ്ങളിലും മാറ്റമുണ്ടാക്കുന്നത് സ്വാഭാവികമാണ്. ഇതിനാൽ പ്രായമേറുമ്പോൾ മാരടങ്ങൾ അയയും. ഇതല്ലാതെ തന്നെ പ്രസവശേഷവും ഗർഭകാലത്തും മാരടത്തിനു വേണ്ട ശ്രദ്ധ നൽകിയില്ലെങ്കിൽ ഇത്തരം അവസ്ഥ ഉണ്ടാകുന്നത് സാധാരണമാണ്. ഈ അവസ്ഥകളിൽ മാരടങ്ങൾക്ക് കൃത്യമായ താങ്ങു നൽകേണ്ടത് ആവശ്യമാണ്. ഇതല്ലാതെ പെട്ടെന്ന് വല്ലാതെ തടി കുറയുന്നതും ഇതുപോലെ അമിത തടിയെങ്കിലും മാരടം തൂങ്ങുന്നതും സ്വാഭാവികമാണ്. ഇതുപോലെ മാരട വലിപ്പം കൂടുതലെങ്കിലും മാരടങ്ങൾ തൂങ്ങാനുള്ള സാധ്യതയുണ്ട്. മാരടത്തിന് ഉറപ്പ് നൽകാൻ സഹായിക്കുന്ന ചില സ്വാഭാവിക വഴികൾ, നമുക്ക് നാട്ടിൻപുറത്ത് ചെയ്യാൻ പറ്റുന്ന ചില വഴികളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് കൃത്യമായ അളവിലുള്ള ബ്രാ ധരിക്കുക എന്നുള്ളതാണ്. അതായത് മാരടങ്ങൾക്ക് സപ്പോർട്ട് നൽകുന്ന ബ്രാ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ അയഞ്ഞ ബ്രാ ഉപേക്ഷിച്ചിട്ട് നല്ല കൃത്യമായ സപ്പോർട്ടിലുള്ള ബ്രാ ഉപയോഗിക്കുക. പിന്നെയുള്ളത് മസാജിങ് ആണ്. താഴെ നിന്നും മുകളിലേക്ക് സ്തനങ്ങൾ മസാജ് ചെയ്യുന്നത് വളരെയേറെ ഗുണം നൽകും. മുകളിൽ നിന്ന് താഴേക്ക് എന്ന രീതിയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇത് മാരടങ്ങൾ തൂങ്ങാനാണ് ഇട നൽകുക. എല്ലാ വശങ്ങളിൽ നിന്നും ഇത് ചെയ്യാം. ഇതുപോലെ മസാജിങ്ങിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒലിവ് ഓയിലാണ്. ഏറ്റവും നല്ലത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നത് ഏറെ നല്ലതാണ്. ഒലിവ് ഓയിലിൽ ആരോഗ്യകരമായ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുന്നു. അതുകൊണ്ട് ചർമ്മം നന്നാക്കാനും ചർമ്മത്തിലെ ചുളിവുകളും ചർമ്മം അയയുന്നത് ഒഴിവാക്കാനും ഒലിവ് ഓയിൽ മസാജ് ഏറെ നല്ലതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് യോഗാസന മുറകളാണ്. ചില പ്രത്യേക യോഗാസന മുറകൾ മാരട അയയുന്നത് തടയാൻ സഹായിക്കുന്നവയാണ്. പിന്നിലേക്ക് കൈകൾ നോക്കി പിടിക്കുന്ന യോഗാസന പൊസിഷൻ, ബാലാസന, പശ്ചിമോത്താസന, ഗരുഡാസന, വീരഭദ്രാസന, ചതുരംഗാസന, ഭുജംഗാസന എന്നിവയെല്ലാം തന്നെ ഈ ഗുണം നൽകുന്നതാണ്. നമുക്ക് കുറച്ച് പടങ്ങൾ നോക്കാം, യോഗാസനത്തിൻ്റെ പടങ്ങൾ. അപ്പോൾ ഇത് നോക്കിയിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ്. അതുകൂടാതെ പ്രാണായാമം ഇത്തരം ഗുണം നൽകുന്നു. ഉള്ളിലേക്ക് ശക്തിയായി ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും നെഞ്ചിലെ മസിലുകൾക്ക് ഗുണം നൽകും. പിന്നെ മറ്റൊരു കാര്യം ഡയറ്റ് പ്രധാനമാണ്. നമുക്ക് ഇതുപോലെ അമിതവണ്ണം ഒഴിവാക്കാനായിട്ടുള്ള ഡയറ്റുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ പോഷകങ്ങളും ലഭിക്കുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുക. ആരോഗ്യകരമായ ശരീരഭാരം കൃത്യമായി സൂക്ഷിക്കുക. ശരീരം അമിതമായ തൂക്കവും മെലിഞ്ഞു ഇരിക്കാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മരണങ്ങൾ തൂങ്ങാനായിട്ട് കാരണമാകും. പിന്നെ നേരം വൈകി ഉറങ്ങുന്നതും ആവശ്യത്തിന് ഉറക്കമില്ലാത്തതുമെല്ലാം നമ്മുടെ ഹോർമോൺ വ്യതിയാനങ്ങളും ഉണ്ടാക്കും. അങ്ങനെ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ തൂങ്ങിയ മാരടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വേറെ പോംവഴി എന്ന് വെച്ചാൽ ഐസ് മസാജിങ് ആണ്. ഐസ് മസാജിങ് ചർമ്മകോശങ്ങൾക്ക് ഇറുക്കം നൽകാനും ചർമ്മം അയയുന്നത് തടയാനും ഏറെ സഹായകമാണ്. ചർമ്മത്തിലെ ഏത് ഭാഗത്തും നമുക്ക് ഐസ് മസാജ് ഗുണം ചെയ്യുന്നു. മാരടം അയയാതിരിക്കാനും ഇത് ഗുണം നൽകും. 2 കഷ്ണം ഐസ് എടുത്ത് സർക്കുലർ രീതിയിൽ, അതായത് മാരടത്തിന് ചുറ്റും സർക്കുലർ രീതിയിൽ മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് മാരടത്തിന് ഉറപ്പ് നൽകാൻ വളരെ നല്ലതാണ്. ഇതിനുശേഷം ഇത് തുടച്ചു കഴിഞ്ഞ് വയറിന് മേലെയുള്ള ഭാഗം അല്പം ഉയർന്ന രീതിയിൽ കിടക്കുന്നത് നല്ലതാണ്. ഇനി അടുത്ത പോംവഴി എന്ന് വെച്ചാൽ ചില പ്രത്യേകതരം ഭക്ഷണ വസ്തുക്കൾ മാരട വലുപ്പത്തിനും മാരടങ്ങൾ അയയുന്നതും തടയാനും നല്ലതാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഉലുവ, എള്ള്, പെരുംജീരകം എന്നിവ അരച്ച് മാരടത്തിൽ പുരട്ടാം. ഇതുപോലെ അതുകൂടാതെ മുട്ടയുടെ വെള്ള, കറ്റാർ വാഴ ജെല്ല് എന്നിവയെല്ലാം തന്നെ ഗുണങ്ങളാണ്. ഇവയെല്ലാം മാരടങ്ങൾ അയയുന്നത് തടയാനായിട്ട് സഹായിക്കുന്നതാണ്. ഇവ പുരട്ടാം. അതുകൂടാതെ എള്ളെണ്ണ കൊണ്ടോ ഉലുവയിട്ട ഓയിൽ കൊണ്ടോ മസാജ് ചെയ്യുന്നതും നല്ലതാണ്. പിന്നെ അതുകൂടാതെ
വൈറ്റമിൻ ഇ ഓയിൽ, വെളിച്ചെണ്ണ എന്നിവ കലർത്തിയിട്ടും മറുകണ്ണ് മസാജ് ചെയ്യുന്നതും വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്തു നോക്കുക. നല്ലൊരു ആകാരവടിവും സൗകുമാര്യവും എല്ലാവർക്കും ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം.